ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നൊരു അടിപൊളി ഒരു കോംബോ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട സുർക്ക, അതുപോലെ തന്നെ നിങ്ങൾ ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടും ഉണ്ടാവില്ല, കഴിച്ചിട്ടും ഉണ്ടാവാത്ത ഒരു ബീഫ് റോസ്റ്റാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനൊരു ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് തിളയ്ക്കണ്ട. അടിയിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് ഒക്കെ ഇങ്ങനെ വരുന്ന ഒരു പാകം കേട്ടോ. ഒരുപാട് അങ്ങ് മേലോട്ടേക്ക് തിള വരണ്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അടിയിൽ കണ്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് ഒക്കെ വന്നത്. ഇത്രേ ആവശ്യമുള്ളൂ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പൊന്നി അരിയാണ് വേണ്ടി കേട്ടോ. ഇങ്ങനത്തെ 2 ഗ്ലാസ് പൊന്നി അരിയാണ് ഞാൻ എടുക്കുന്നത്. കപ്പിലോ ഗ്ലാസ്സിലോ എങ്ങനെ വേണമെങ്കിലും അളക്കാം. അപ്പോൾ അത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ മൂടി വെക്കുക. ഒരു 4-5 മണിക്കൂർ ഇതൊന്ന് ഇങ്ങനെ കുതിർത്തെടുക്കണം. ഇപ്പോൾ ഇതാ ഒരു 4-5 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ ഇത് ഉണ്ടാക്കാൻ പൊന്നി അരി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതന്നെ കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളക്കുറവ് വെച്ചിട്ടും ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ ആ ഒരു കഴുകി കൊണ്ടുവന്ന അരി നമ്മൾ 2 ബാച്ചായിട്ടാണ് ഇവിടെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പിന് 2 മുട്ട എന്നുള്ളതാണ് കറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേ ഇത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പകുതി അളവ് നമ്മൾ അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു കപ്പിൻ്റെ ഒരു മെഷർമെൻറ്റാണ്. അപ്പോൾ ആ ഒരു കപ്പിലേക്ക് ഇതാ ഒരു 2 മുട്ട, 2 മുട്ടയും കൂടെ ചേർത്ത് കൊടുത്താണ്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഇത് ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറഞ്ഞ വെള്ളം കേട്ടോ, നല്ല കട്ടിക്ക് അരച്ചെടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് വെള്ളം ഒഴിച്ച് ലൂസാക്കിയാൽ മതി. ആദ്യം തന്നെ ലൂസായിട്ട് അരച്ചെടുക്കേണ്ട, നല്ല കട്ടിക്ക് അരച്ചെടുക്കുക. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ചുകൊണ്ടുവന്നത് നല്ല മഷി പോലെ അരയണം കേട്ടോ. തീരെ തരിതരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് അരച്ചെടുക്കുക. ഇതേപോലെ ഇനി ബാക്കിയുള്ളത് രണ്ടാമത്തെ ബാച്ച് കേട്ടോ. 2 കപ്പ് അരിയാണ് നമ്മൾ എടുത്തത്. ആദ്യം പകുതി ഇട്ടു. ഇനിയിപ്പോൾ രണ്ടാമത്തെ പകുതിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി 2 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ കാണിച്ച പോലെ തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക. നല്ല മഷി പോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ അത് ഈ ഒരു അരച്ച ബാറ്ററും നമ്മൾ ആദ്യം വെച്ചതിലേക്ക് തന്നെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇത് നമ്മൾ ആ ഒരു ഫ്രൈ ഉണ്ടാക്കുന്നവരെ ഞാനിവിടെ മൂടി വെക്കുകയാണ്. ഒരുപാട് റെസ്റ്റിംഗ് ടൈമോ ഒന്നും വേണ്ട. കറി ഉണ്ടാക്കുന്ന ഒരു ടൈമും മതി. ഇനിയിപ്പോൾ അത് അടുത്ത ഞാൻ ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. LK സ്പെഷ്യൽ ബീഫ് റോസ്റ്റാണ്. അപ്പോൾ ആ ഒരു LK ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ എല്ലോട് കൂടിയുള്ള ബീഫ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തോർത്തിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതാണ്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലേൻ്റെ പൊടി 1 ടീസ്പൂൺ കേട്ടോ. ഇത്രയിൽ പൊടികളുള്ളൂ. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഫ്ലേവറും ഒന്നും ഇല്ലാത്ത വെച്ചാൽ കുത്തുന്ന മസാലകളൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി ബീഫ് റോസ്റ്റാണ് ഇത്. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബീഫ് കഴുകി എടുത്തിട്ട് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രമാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓരോരുത്തരുടെ കുക്കറിൻ്റെ കണക്കനുസരിച്ച് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇവിടെ ഞാനൊരു 6-7 വിസിലൊക്കെ വേണം എൻ്റെ കുക്കറിൽ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ടോ. അത്രയ്ക്ക് പുതിയ കുക്കറല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 6-7 വിസിലൊക്കെ വേണം നന്നായിട്ട് വേവണമെങ്കിൽ. അപ്പോൾ ഞാനിത് കുക്കറിൽ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതേ സെയിം സമയം തന്നെ അത് വേവണ നേരം തന്നെ ഞാനിപ്പോൾ ഇത് ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ആണ് വേണ്ടി കേട്ടോ. ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്കൊരു 3 ലാർജ് സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഉള്ളിയൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും ചെയ്യുക, കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ എടുത്തത് തന്നെ കുറവാണ്. കണ്ടാൽ മനസ്സിലാവും, ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ഉള്ളിയോ 5 ഉള്ളിയോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഗോൾഡൻ കളർ ആവണം. ഇപ്പോൾ ഒരു പകുതി ഒന്ന് കളറൊന്ന് മാറാൻ തുടങ്ങിയാൽ ആ സമയം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഞാൻ അരിഞ്ഞെടുത്തതാണ്. ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ പേസ്റ്റ് ചേർക്കരുത് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ചേർക്കുക. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഉണ്ട്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയുണ്ട്. ഇനി ബാക്കി നല്ല ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ അതാ ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിന് ശേഷം അതാ ഞാനിപ്പോൾ ഇനി ഒരു തക്കാളി, ഒരു മീഡിയം സൈസുള്ള തക്കാളിയും 2-3 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇത്രയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി കൂടി പോകാൻ പാടില്ല. ഒരു ചെറിയ തക്കാളി മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനി മല്ലിയില അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു തക്കാളി ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് അലിഞ്ഞ് വരണം കേട്ടോ. ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കുഴഞ്ഞ് വരുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ഉള്ളി ഈ ഒരു പാകത്തിൽ തന്നെ ആക്കണേ, അത് വിട്ടു പോകരുത്. 2-3 ദിവസമൊക്കെ കേടാവാണ്ട് നിൽക്കുന്ന ഒരു ബീഫ് പിന്നെ ഡ്രൈ റോസ്റ്റും കൂടിയാണ് ഇത്. അപ്പോൾ നന്നായിട്ട് ആ ഒരു തക്കാളിയൊക്കെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ പൊടികൾ വേണം. പൊടികൾ കുറഞ്ഞ പൊടി മതി കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബീഫിൽ ഇതൊക്കെ ഇട്ടതുകൊണ്ട് ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയ പൊടി മാത്രമേ ഇപ്പം ചേർക്കാൻ പാടുള്ളൂ. ഒന്നും കൂടി പോകാൻ പാടില്ല. മെഷർമെൻ്റൊക്കെ ഞാനിത് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കറക്റ്റ് കേട്ടോ. ഇനി ഇതാ പൊടികളൊന്ന് വാടുന്ന വരെ 1 മിനിറ്റ് നേരം ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് പൊടികളൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ആ ഒരു ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഇത് കണ്ടില്ല, തീരെ വെള്ളമൊന്നും ആ ഒരു ബീഫിലില്ല.
അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം തോർത്തി വേവിച്ചതുകൊണ്ട് തന്നെ കറക്റ്റ് പാകത്തിലാണ് അത് വന്നത്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ പറയാം, ഈ ഒരു ഉള്ളി കണ്ടില്ലേ, ഞാനെടുത്ത ഉള്ളി കുറവാണ്. അപ്പോൾ അത് ഒരുപാടങ്ങ് എന്താ പറയുക, ഒരു ഗ്രേവി എന്നല്ല, ഇതിനൊരു മസാല ആയിട്ട് ഒരുപാട് ഉള്ളി കടിക്കാനുണ്ടാവില്ല, കുറഞ്ഞ ഉള്ളിയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ 4-5 ഉള്ളി വരെയൊക്കെ എടുക്കാം കേട്ടോ. ലാർജ് സൈസുള്ള 4-5 ഉള്ളി എടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇറച്ചിയും ആ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നതാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് കേട്ടോ. 2 ടേബിൾ സ്പൂണാണ് സോയാ സോസ് വെച്ചത്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി അതിൽ ചേർക്കാനുള്ളൂ. ആദ്യം നമുക്ക് സോയാ സോസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സോയാ സോസൊക്കെ നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് തിളയ്ക്കണം കേട്ടോ, എന്നാലാണ് ഒരു പച്ചമണം മാറി വരിക. ഇനിയിപ്പോൾ അതാ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കണം കേട്ടോ. ഈ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ഹണി ചേർക്കണമെങ്കിൽ ഹണിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് പിന്നെ കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയത് പഞ്ചസാര ചേർത്തപ്പോഴാണ്. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരൻ്റെ ഒന്നും അളവ് കൂടി പോകാൻ പാടില്ല. 1 കിലോയിലേക്കുള്ള അളവാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അത് മൊത്തം. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം. ഇതൊന്ന് എല്ലാ മസാലയും ഈ ബീഫൊക്കെ ഒന്നൊരു ബാലൻസ് ടേസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള നമ്മളെ LK ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡ്രൈ റോസ്റ്റാണ്, അടിപൊളിയാണ്. ഗൾഫിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതുമാണ്. ഒരു 2 ദിവസം 3 ദിവസമൊക്കെ കേടാവാണ്ട് പുറത്തന്നെ ഇരിക്കുന്ന ഒരു ബീഫ് ആണ് കേട്ടത്. 2 ദിവസമൊക്കെ സുഖമായിട്ട് നിൽക്കും. അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ പത്തിരി ഒന്നും വേണമെന്നില്ല, വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിച്ചപ്പ് എപ്പോഴും ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ചേർക്കേണ്ടിയില്ല, ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രേ ഉള്ളൂ. മല്ലിച്ചപ്പൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അത് വീഡിയോ കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും, പിന്നെ ഒരു ഭംഗിക്കും കൂടി വേണ്ടി ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ 1 മാസം വരെയൊക്കെ നമുക്ക് വെക്കാം, ഗൾഫിലൊക്കെ കൊണ്ടുപോകാൻ. ഇനിയിപ്പോൾ അത് അടുത്തത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവ്, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ അരക്കണ സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല, ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിനെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ, ഒരു 1/4 ഗ്ലാസ് അല്ലെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുക. നിങ്ങൾ ആദ്യം തന്നെ ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ച് പോകരുത്, നോക്കിയിട്ട് ഇളക്കി നോക്കിയിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മളൊരു ഇഡ്ഡലി മാവിൻ്റെ പാകം, ഇത് കണ്ടില്ലേ, ഒരു ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു പാകത്തിലാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല, കുറച്ച് കട്ടിക്കാണ് വേണ്ടി കേട്ടോ. ഈ ഒരു പാകം റെഡിയാണ്. ഇനിയിപ്പോൾ അതായത് വെളിച്ചെണ്ണ ഞാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് നല്ല എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായി കഴിഞ്ഞതിന് ശേഷം ഓരോ തവി മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ഒരു മുട്ട സുർക്കയിൽ നിങ്ങൾക്ക് ക്യാരറ്റ് അരിഞ്ഞിട്ടും അതുപോലെ തന്നെ മല്ലിയില അരിഞ്ഞിട്ടും ഒക്കെ ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക, എല്ലാം ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അതാ കുറച്ച് സമയം വെയിറ്റ് ചെയ്താലാണ് ഇതിങ്ങനെ പൊങ്ങി വരും കേട്ടോ, മേലോട്ട് പൊങ്ങി വരും. ഞാനത് സ്പീഡാക്കുന്നതാണ്. ഇനിയിപ്പോൾ അതാ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കയ്യിലോണ്ട് ചെറുതായിട്ടൊന്ന് എണ്ണ അതിൻ്റെ മേലേക്ക് ആക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. അങ്ങനെ ആയി പൊന്തി വന്നാൽ 1 മിനിറ്റ് നേരം അങ്ങനെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മളത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അടിഭാഗം ഒന്ന് വേവട്ടെ. ഇപ്പോൾ അതാ ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്തോണ്ട് അടിഭാഗം ഒന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ അത് റെഡി ആയിന് കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ് ചൂടോടുകൂടി കഴിക്കാൻ. ഇതും നമുക്കൊരു കറിയൊന്നും ഇല്ലാണ്ട് വെറുതെ വൈകുന്നേരത്തെ ചായക്ക് വരെ തിന്നാൻ പറ്റുന്ന ഒരു സാധനമാണ്. നല്ല സ്നാക്കാണ് കേട്ടോ. അത് കറി ഇല്ലാണ്ടും കഴിക്കുക, കറി കൂട്ടിയിട്ടും കഴിക്കാൻ അടിപൊളിയാണ്. ഇപ്പോൾ അതാ ഫസ്റ്റത്തെ മുട്ട സുർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒന്നും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായ എണ്ണയിലേക്ക് ഇതാ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഇത് നന്നായിട്ട് പൊങ്ങി ബോൾ പോലെ വരും. അപ്പോൾ ഇത് ലൂസായി പോയാൽ, മാവ് ലൂസാണെങ്കിലും അപ്പാട് പരന്നു പോകട്ടെ, അതിങ്ങനെ ഉണ്ടായിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം ഇത് വെള്ളം അധികമായി പോയി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കട്ടിക്ക് വേണമെന്ന് പറയുന്നത്. പിന്നെ കട്ടി ഭയങ്കരമായിട്ട് കട്ടിയായി പോയാൽ ഇതിങ്ങനെ പൊള്ളി വരില്ല, ബോൾ പോലെ ആയിട്ട് വരില്ല. അതിമലും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ രണ്ടാമത്തെ മുട്ട സുർക്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മൊത്തം ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള മുട്ട സുർക്ക ഞാനിവിടെ പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ബീഫ് റോസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റും മുട്ട സുർക്കയാണിത്, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിയാപ്പിള സ്പെഷ്യൽ പലഹാരമാണ് ഇട്ടത്. രണ്ടും എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ മുട്ട സുർക്ക ഞാൻ മുറിച്ച് കാണിച്ചു തരാം. പിന്നെ എണ്ണയിൽ പൊരിക്കുന്നതാണ്, തീരെ എണ്ണ കുടിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പുറം ഭാഗത്ത് ചെറുതായിട്ടൊരു എണ്ണ ഉണ്ടാവും. എണ്ണയിൽ പൊരിച്ചതാണ്, വെള്ളത്തിൽ പൊരിച്ചതല്ല കേട്ടോ. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. എന്നാലും തീരെ എണ്ണ ഒന്നും കുടിക്കാണ്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണിത്. അടിപൊളിയായിട്ടുള്ള മുട്ട സുർക്കയും ഈ ഒരു ബീഫ് റോസ്റ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാൻ മറന്നു പോകരുത്. അതുകൊണ്ട് പ്ലീസ് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.